ഹായ് ഹലോ, ഇന്ന് ഞാൻ നിൽക്കുന്നത് പൂക്കളുടെ നടുവിലാണ്. പൂവ് പറഞ്ഞേ. ഇതെന്ന് പറയുന്നത് കടുകുപാടം കേട്ടോ. എൻ്റെ ഈ പുറകുവശം കാണാൻ മുഴുവൻ സ്നോ ആയിരുന്നു. ചെറിമരം പോലെ അപ്പുറത്തെ സൈഡിലേക്ക് ആപ്പിൾ മരങ്ങളുണ്ട്. ഇവിടെ വന്ന് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഹായ് ഹലോ, ഇന്ന് ഞാൻ നിൽക്കുന്നത് പൂക്കളുടെ നടുവിലാണ്. കാണാമല്ലോ അല്ലേ ബാക്ക്ഗ്രൗണ്ടിൽ വെള്ളപ്പൂക്കൾ. ഇത് ചെറി ഉണ്ടാവണ മരം കേട്ടോ, ചെറി മരമാണ്. ചെറി ഉണ്ടാവുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് മരങ്ങൾ ഉണ്ടാവണം ഇവിടെ. അതിൻ്റെ ഒരു ലോകത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് കാൽശ്രൂത്ത് എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കത് എക്സ്പ്ലോർ ചെയ്താലോ. സോ വെൽക്കം ടു മൈൽസ് ആൻഡ് മെമ്മറീസ് ബൈ ധന്യ. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഈ മരത്തിൻ്റെയൊക്കെ ഹൈറ്റ്? ഇത് ഞങ്ങളൊരു 3 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോഴും ഈ മരങ്ങൾക്ക് ഈ ഒരു ഹൈറ്റ് ആയിരുന്നു. ഇത് ഇവരെ എപ്പോഴും ഇങ്ങനെ വെട്ടി ഈ ഒരു ലെവലിൽ നിർത്തണത്. ഈ മരങ്ങൾക്കൊക്കെ ഒരുപാട് പഴക്കമുണ്ടെന്നാണ് കേട്ടോ തോന്നണേ. മെയ് ജൂൺ ടൈമിലാണ് കേട്ടോ ഈ മരങ്ങളിലൊക്കെ കായ്ക്കൾ വന്ന് ചെറി ആവണത്. നമുക്ക് ആ ടൈമിൽ ഇവിടെ വരുമ്പോൾ ആ ചെറി പ്ലക്ക് ചെയ്യുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പൂപ്പന്മാർ കോണിയൊക്കെ വെച്ച് കയറി പറിച്ച് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അത് അപ്പം തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അവിടെ നിന്ന്. ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്, നല്ല മധുര. നമ്മുടെ നാട്ടിൽ കിട്ടുമല്ലോ ഈ ചുമന്ന കളറിൽ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു നാട്ടിൽ. പക്ഷെ അങ്ങനെ ഒരു സംഭവമേ അല്ല ഇവിടുത്തെ ചെറി ഉണ്ടാവുന്ന ടൈമിൽ ഞാൻ വീണ്ടും വരുന്നുണ്ട്. അന്ന് ഞാനത് ലൈവായിട്ട് കാണിച്ചു തരാം. എങ്ങനെയാണ് ഞങ്ങൾ ലൈവായിട്ട് വാങ്ങിക്കണമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടെ ഫുള്ള് ഇതായിരുന്നു കണ്ടത്. ഈ വെള്ളപ്പൂക്കൾ എന്ന് വരും, മഞ്ഞപ്പൂക്കളായിരുന്നു അന്ന് മുഴുവനും. ഇതെന്ന് പറയുന്നത് കടുകുപാടമാണ് കേട്ടോ. ഇതിന്ന് കടുകെണ്ണ ഉണ്ടാക്കണതാണ് ഇവരുടെ മെയിൻ കൃഷി. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഈ മഞ്ഞപ്പാടം ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ നേരെ ഓപ്പോസിറ്റ് താഴേക്കും ഫുള്ള് യെല്ലോ ആയിരുന്നു. ഈ കഴിഞ്ഞ വിൻ്റർ സീസണിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് മുഴുവനും സ്നോ ആയിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഇവിടെ വന്ന് ചെയ്തേക്കണതിൻ്റെ ഒരു റീലുണ്ട് കേട്ടോ. ഞാനത് കൊടുത്തേക്കാം, ഷോർട്സിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് കയറി നോക്കിയാൽ നിങ്ങൾ വിശ്വസിക്കില്ല ഈ സ്ഥലമാണെന്ന്. അതുപോലെ സ്നോ ആയിരുന്നു. ആ സ്നോ പെയ്ത് കിടക്കുന്ന സമയത്ത് ഈ കാണുന്ന കുന്നുപോലെ കിടക്കണില്ലേ, അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് നേരെ താഴേക്ക് സ്കീയിങ് ചെയ്ത് ആൾക്കാർ പോകും. ഓരോ കുന്നിൻ്റെ വെളിയിൽ നിന്നുണ്ടാവും പിള്ളേർ സ്ലെഡ്ജായിട്ട് നിൽക്കണ്ടാവും പോകാനായിട്ട്. ആ സമയത്ത് ഭയങ്കര രസമാണ് കാണാനും. നിറച്ച ആൾക്കാരുണ്ടാവും അത് ചെയ്യാനായിട്ട് ഇവിടെ. ഇതാ ബാക്കിൽ കാണുന്നത് ഒരു കുഞ്ഞു ലേക്കാണ് കേട്ടോ. ആ ലേക്ക്, ആ പരിസരം കാണാനും നല്ല രസമാണ്. അവിടെ ആ വിൻ്റർ ടൈമിൽ അത് ഫ്രോസൺ ആവും. കുഞ്ചു ഇതുപോലെ ആടി വലഞ്ഞ് നിൽക്കണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങൾ ഇന്നൊരു റീൽ എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ആദ്യമേ റീൽ എടുക്കണം എന്നും പറഞ്ഞ് നിൽക്കണതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തതിന് ശേഷം റീൽ എടുക്കാമെന്ന്, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അത് കാരണം ആടി തൂങ്ങി നിൽക്കണതാണ് ഈ കാണുന്നത്. ഇപ്പം ഞങ്ങൾ റീല് തപ്പി ഒരു സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് കേട്ടോ ഇവിടെ. ഇതിവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇവിടെ വെച്ച് റീലൊക്കെ ഷൂട്ട് ചെയ്യാൻ സൂപ്പറായിരിക്കും. അപ്പോൾ അത് കാരണം കുഞ്ചു ഓടി ഇങ്ങോട്ട് വന്നേക്കാം റീലെടുക്കാനായിട്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വലിയ ദൂരമില്ല, ഒരു 20 minutes ഒക്കെ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. ഞങ്ങൾ സ്ഥിരം വരണ ഒരു സ്ഥലവും കൂടിയാണ്. എവിടെയും പോകാനില്ലെങ്കിൽ ഞങ്ങൾ വീക്കെൻഡ് ഇവിടെ വരും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ നൈബേഴ്സൊക്കെ ഞങ്ങളോട് ചോദിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളോട് ചോദിക്കും, നിങ്ങളെന്താ തറവാട്ടിൽ പോയില്ലേന്ന്. ഇതിൻ്റെ പുറകിലേക്കൊക്കെ ഒരുപാട് നടന്ന് കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ് വാക്കിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വരും കേട്ടോ. ഇതേ മേളിൽ കണ്ട ഒരു അപ്പൂപ്പൻ വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടന്നു പോണത്. അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കൊക്കെ നല്ല ഒരു എന്താ പറയുക, ഒരു രസമായിരിക്കും വൈകുന്നേരം ഇങ്ങനെ നടക്കാനും. കോസ്റ്റ്യൂം എടുത്തിട്ട് വരാം റീൽസിനുള്ള. ആ
കളി 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 ഓർമ്മ സ്റ്റെപ്പൊക്കെ. ഇതിൽ നമുക്ക് ചെറി ഉണ്ടാവുമ്പോ വരാം. ഈ പൂവാണ് ചെറിയ പൂവല്ല, ഈ പൂവിന്റെ അടിയിൽ ഇനി വലുതുണ്ടോ? ഇത് എവിടെയാണോ ചെറിയ ഉണ്ടാവണത്? പൂവ് പറഞ്ഞേ. ആ വെരി ഗുഡ്. എവിടെ പൂവ്? ആ ഡിക്ക് ഡിക്ക ഡിക്കിട്ട് ഡിക്ക. എവിടെ? ആ മേളിൽ പോണ ട്രാക്ടർ വെള്ളോന്ന് തോന്നുന്നല്ലേ, വെള്ളമോ മരുന്നോ എന്തോ തളിക്കാണ്. മരുന്നാണോ എന്താന്ന് അറിഞ്ഞൂടാ, അത് തളിച്ചുകൊണ്ട് പോണതാണ് ആ കാണുന്നത്. ബാക്കി കാണുന്നതും മറ്റേ യെല്ലോ ഫ്ലവേഴ്സിൻ്റെ കടുകിൻ്റെ ഇത് തന്നെയാണ്. പക്ഷെ അത് പൂത്തിട്ടില്ല, മേളിലത്തെ മാത്രമേ ആയിട്ടുള്ളൂ. കുറച്ചുകൂടി കഴിയുമ്പോൾ മിക്കവാറും അവിടെയൊക്കെ ആവുമായിരിക്കും. ഇവിടെ ഈ കാണുന്ന ചെറിമരം പോലെ അപ്പുറത്തെ സൈഡിലേക്ക് ആപ്പിൾ മരങ്ങളുണ്ട്. വലിയ 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 ആപ്പിളുകൾ ഉണ്ടാവണ മരങ്ങൾ അപ്പുറത്തെ സൈഡിൽ, ഈ ലേക്കിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ട്. ബാക്കിൽ സൺസെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 8 മണി ആവണു, 7:51. ഓ എന്ത് രസമല്ലേ വൈകുന്നേരമൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കാൻ. ചെറിക്ക് എന്താ കുഞ്ചു ജർമ്മനിൽ പറയണ? ഇവിടെ വന്ന് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇവിടെ കാണണ എന്താന്ന് വെച്ചാൽ ഓരോ കിളികളുടെ പടം കൊടുത്തിട്ടില്ലേ, അത് നമ്മളാണെങ്കിൽ ഓരോന്നത്തിൻ്റെ ഇതുമ്മ ഞെക്കുമ്പോൾ ഇപ്പോൾ സപ്പോസ് ദിസ് കേട്ടാ അങ്ങനെ വരും. അപ്പം അത് അതെ ഇതിൻ്റെ ഈ ബേർഡിൻ്റെ ആണ്. എന്താണെന്ന് വെച്ചാൽ ഈ റെഡ് ലൈറ്റ് എത്തും, അങ്ങനെ ഇങ്ങനെ ഞെക്കാൻ പറ്റും. ഇതിൽ കൂടെയാണ് സൗണ്ട് കേൾക്കണേ. എന്നിട്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, കാൽ ഷ്രോയ്ത്തർ കിർഷ് ഗാർഡൻ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഏപ്രിൽ 26 ഇവിടെ എന്തോ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, നോക്കാം നമുക്ക്. എൻ്റെ പുറകേൽ ഇതേ ഈ കാണുന്ന ഏണി കണ്ടോ, ഇതിൽ കൂടെ ഉണ്ട് ഈ അപ്പൂപ്പന്മാർ മുഴുവൻ ഈ ചെറിയായി കഴിയുമ്പോൾ കയറി പ്ലക്ക് ചെയ്യണത്. അവർക്ക് പക്ഷെ അങ്ങനെ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. നല്ല എനർജിയിൽ കയറി പറിച്ച് സാധനം സെറ്റ് ചെയ്യണതാണ് താഴെ. ഞാൻ സാധനം ഉള്ളൊരു ഫോട്ടോ ശരിക്കും കണ്ടത്. ഈ ഒരു ഡാർക്ക് റെഡ് വൈൻ ആയിരിക്കും ഇത് പ്ലക്ക് ചെയ്യണ ടൈമിൽ അതിൻ്റെ ഒരു കളർ എന്ന് പറയണത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടോ ചെറി, അങ്ങനത്തെ ചെറി നല്ല ടേസ്റ്റായിട്ട് കഴിച്ചത്. ഇപ്പോഴും കിളികളുടെ സൗണ്ട് ഉണ്ട് കേട്ടോ അവിടെ. ഈ കിളിയല്ല, കുഞ്ചിക്കിളിയല്ല, ഒറിജിനൽ കിളികളുടെ സൗണ്ട്. കുഞ്ചു കുറച്ച് മുമ്പ് കേൾപ്പിച്ചിട്ടുണ്ടാവും അതിനകത്ത് സൗണ്ട്. എപ്പോഴും ആ ഒരു നല്ലൊരു ഇങ്ങനെ ഒരു സൂത്തിങ് സൗണ്ടാണ് എപ്പോഴും കേൾക്കണേ ഇവിടെ. കിളി അങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കണേ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ നമ്മളിവിടെ നിർത്തുകയാണ് കേട്ടോ. വെയിൽ പോയി, തണുപ്പായി തുടങ്ങി, വീട്ടിൽ പോകാനുള്ള സമയമായി. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ഫ്രം ധന്യ. पते डकन पता जगे पते डकन पता जगे पते डकन पता जगे पते डकन पता जगे